നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. എന്നാൽ സഹോദരനായിട്ടുള്ള രുക്മി ഭഗവാനെ പിന്തുടർന്ന് ചെന്ന് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അതാണ് 9ാമത്തെ ശ്ലോകം. തദനു രുക്മിണം ആഗതം ആഹവേ രുക്മിണം ആഗതമാഹവേ വധം ഉപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃതമദം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ പുരം അയാ പുരമയാ രമയാ സഹ കാന്തയാ. തദനു അതിനുശേഷം ഭഗവാൻ രുക്മിണിയെയും കൊണ്ട് പോയതിനു ശേഷം ആഹവേ യുദ്ധത്തിനായിട്ട് ആഗതം വന്ന രുക്മിണം ആ രുക്മിയെ വധം ഉപേക്ഷിയ കൊല്ലാതെ തോൽപ്പിച്ചുവെങ്കിലും കൊല്ലാതെ വിട്ടു. എന്നാൽ നിബധ്യ അവനെ പിടിച്ചു കെട്ടിയിട്ട് വിരൂപയൻ അവന്റെ പകുതി മീശയും പകുതി മുടിയും മുറിച്ചിട്ട് അവനെ വിരൂപനാക്കിയിട്ട് ഹൃത മതം അവന്റെ ആ മതത്തെ അഹങ്കാരത്തെ അങ്ങോട്ട് ഹൃതം ഇല്ലാതെയാക്കി. അതേസമയം ഇപ്പോൾ രുക്മി എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയുടെ സഹോദരനാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന ബല ഉക്തിഭിഹി ബലരാമന്റെ ആ ഒരു വാക്ക് കേട്ടിട്ട് പരിമുച്യ ആ രുക്മിയെ വെറുതെ വിട്ടു. അതിനുശേഷം രമയ ലക്ഷ്മീദേവി തന്നെയായിട്ടുള്ള കാന്തയ തന്റെ പ്രിയപ്പെട്ട ആ രുക്മിണിയോടുകൂടി സഹ കാന്തയാ സഹ രുക്മിണിയോടുകൂടി പുരം അയാഹ ആ ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു. ആ രുക്മി എന്ത് തന്നെ ആയാലും ആ ഭഗവാനെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പുറകെ സൈന്യവുമായിട്ട് ചെന്നു. എന്നാൽ ഭഗവാന്റെ ആ അസ്ത്ര വർഷങ്ങൾക്ക് മുമ്പിൽ രുക്മിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവസാനം രുക്മിയെ കൊല്ലുമെന്നായപ്പോൾ രുക്മിണി ഭഗവാന്റെ കാല് പിടിച്ചു പറഞ്ഞു, കൊല്ലരുത്, എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജ്യേഷ്ഠനല്ലേ എന്ന് പറഞ്ഞപ്പോൾ രുക്മിണിക്ക് വേണ്ടി രുക്മിയെ കൊല്ലാതെ വിട്ടു. പക്ഷേ ഏറ്റവും അപമാനം ഉണ്ടാവുന്ന വിധത്തിൽ ആ രുക്മിയെ പിടിച്ചു കെട്ടിയിട്ട് മീശ പകുതി മീശ വടിച്ചു, തല പകുതി വടിച്ചിട്ട് അങ്ങനെ ഒരു വിരൂപനാക്കിയിട്ട് അപമാനിച്ച് അങ്ങനെ നിർത്തുന്നത് കണ്ടപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ഇത് ശരിയല്ല, നിന്റെ ഭാര്യയുടെ സഹോദരനാണ് രുക്മി, എന്തൊക്കെ പറഞ്ഞാലും അവരോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അവനെ വെറുതെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശരി എങ്കിൽ വിട്ടയക്കാം എന്ന് പറഞ്ഞിട്ടാണ് രുക്മിയെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഭാഗവതത്തിൽ ബലരാമൻ രുക്മിണിയോട് ഒരു ക്ഷത്രിയന്റെ ഒരു ഗതികേടിനെ കുറിച്ച്, അതായത് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ സഹോദരനെന്നോ അമ്മാവനെന്നോ ഒന്നും നോക്കാൻ സാധ്യമല്ല, അത് ഞങ്ങളുടെ ഒരു ഗതികേടാണ്, ഭവതി ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് രുക്മിണിയെ സാന്ത്വനിപ്പിക്കുന്നുണ്ട് ബലരാമൻ. ഇത് ഭാഗവതത്തിൽ വളരെ കുറച്ച് വിശദീകരിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും പറയുന്നില്ല. ബലരാമൻ പറഞ്ഞതുകൊണ്ട് കൃഷ്ണൻ രുക്മിയെ വിട്ടയച്ചു. അതിനുശേഷം ലക്ഷ്മീദേവി തന്നെയായിരിക്കുന്ന രുക്മിണിയോടുകൂടി ദ്വാരകയിലെത്തി സുഖമായിട്ട് ജീവിതം തുടങ്ങി എന്നാണ് പറയുന്നത്. ശ്ലോകം 9. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃതമദം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ.
ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു. അതിവിദഗ്ധമായി തന്നെ ആശ്രയിച്ച രുക്മിണി തന്നോട് ചേർക്കുന്ന രംഗം മനോഹരമാണ്. ഗുരുക്കന്മാരെയും പിതൃക്കളെ സ്മരിക്കണം. വേദവ്യാസനെ ഓർക്കുന്നു. ഭട്ടതിരിപ്പാടിനെ നമസ്കരിക്കണം. ദശകം 79 9-ാമത്തെ ശ്ലോകം. അതായത് ശിശുപാലനെ ശിശുപാലൻ നിരാശപ്പെട്ടു പോയി. രുക്മിണിയുടെ വാക്കിന് വിലയില്ലാണ്ടായി. കോപാന്ധനായി തീർന്നു രുക്മിണി. അതുകൊണ്ട് തന്നെ ശിശുപാലനെ സമാധാനിപ്പിച്ചു. ശിശുപാലൻ വിവാഹത്തിന് തയ്യാറായി ഇരിക്കുന്ന സമയമാണ്. എല്ലാ വേഷഭൂഷാദികളും ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിരാശപ്പെട്ടുകൊണ്ട് തൻ്റെ സുഹൃത്തായിരിക്കുന്നതായ രുക്മിണിയെ നോക്കുമ്പോൾ രുക്മിണി പറയുകയാണ്, സാരമില്ല ശിശുപാലനും യുദ്ധം ചെയ്യാനൊക്കെ പുറപ്പെട്ട ആളാണ്. രുക്മിണി പറഞ്ഞു, ഞാൻ പോയിട്ട് ശ്രീകൃഷ്ണനെ വധിച്ച് രുക്മിണി തിരിച്ചു കൊണ്ടുവന്ന് തനിക്ക് തരും, അത് ഉറപ്പാണ്. അത് സാധിച്ചില്ലെങ്കിൽ അഹത്വാ സമരേ കൃഷ്ണ അപ്രത്യൂഹി ച രുക്മിണീം കുണ്ഡിനം ന പ്രവക്ഷ്യാമി സത്യമേത് ബ്രവീമിവ. ശ്രീകൃഷ്ണനെ വധിച്ച് രുക്മിണിയെ വീണ്ടു കൊണ്ടുവരാതിരുന്നാൽ സാധിച്ചില്ലെങ്കിൽ ഞാൻ കുണ്ഡിനത്തിൽ കടക്കില്ല എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടെടുക്കാൻ സാധിക്കാത്തതായ രുക്മിണി ഭോജകടം എന്നുള്ളതായ ഒരു രാജ്യം സ്ഥാപിച്ചു എന്നൊക്കെ സ്ഥാപിച്ചു ഇത്രയും. അത് കിഴക്കേ ഇന്ത്യയിലാണെന്നൊക്കെ പറയാറുണ്ട്. അതുമാത്രമല്ല, ഭഗവാനുടെ യുദ്ധത്തിന് വന്നു. ആ യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു, രുക്മിണി വേണ്ട, താൻ ചെയ്തതൊന്നും ശരിയല്ല. ഇതൊന്നും കൂട്ടാക്കാതെ യുദ്ധത്തിന് വന്നപ്പോൾ വധിക്കാനായിട്ട് പുറപ്പെടുമ്പോഴാണ് രുക്മിണി ദേവി കാക്കര വന്ന് വീഴുന്നത്. സങ്കടത്തോട് കൂടിയിട്ട് യോഗേശ്വര അപ്രമേയാത്മൻ ദേവ ജഗത്പതി ഹന്തും നാർഹസി കല്യാണ ഭ്രാതരമ്മേ മഹാഭുജ. പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, കൊല്ലരുത്, എൻ്റെ സഹോദരനാണ്, വിവരമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തത് മാത്രമേ ഉള്ളൂ, കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ വധം ഉപേക്ഷ. എന്നിട്ടോ തലമുടി പകുതി പഠിച്ചു, മീശ പകുതി പഠിച്ചു, വിരൂപനാക്കി തീർത്തു. അതോടുകൂടി ആ അഹങ്കാരമൊക്കെ പോയി രുക്മിണിയുടെ. താൻ എന്തൊക്കെയാണ്, തനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതായ അഹങ്കാരമൊക്കെ ഭഗവാൻ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ബലരാമൂർത്തിയും ഒക്കെ സൈന്യം തിരിച്ചു വരുമ്പോൾ ഇത് കണ്ടു. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് ശകാരിക്കുന്നുണ്ട്. വിവാഹം ചെയ്യാൻ പോകുന്ന കന്യകയുടെ സഹോദരനെ ഇങ്ങനെയൊക്കെ വിരൂപനാക്കാൻ പാടുമോ, തെറ്റല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അനുജനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കുറച്ച് ശകാരിച്ചു. ആ ശകാരം കേട്ടപ്പോൾ ഭഗവാൻ ചിരിച്ചു ഇത്രേ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ രുക്മി മരിക്കാൻ പോകുന്നത് ബലരാമൻ്റെ കൈ കൊണ്ടാണ്. വരാൻ പോകുന്നുണ്ട് സന്ദർഭം. അത് ഓർത്ത് ചിരിച്ചതാ. ഇപ്പോൾ രക്ഷിച്ച ആളാണ്, ഇപ്പോൾ രക്ഷിക്കാൻ വന്ന ആളാണ് ഇയാളെ ഇല്ലാണ്ടാക്കാൻ പോകുന്നത്. ഭഗവാനെല്ലാം അറിയാലോ. അതുകൊണ്ട് ചിരിച്ചേ ഉള്ളൂ. അങ്ങനെ രുക്മിണി അവിടുന്ന് കെട്ടിയിട്ടു. തുണി കൊണ്ട് രുക്മിണിയുടെ തേരിൻ്റെ കൊടിമരത്തിൽ തന്നെ കെട്ടിയിട്ടു. ബലരാമൂർത്തിയുടെ വാക്ക് കേട്ട് മോചിപ്പിച്ചു. അങ്ങനെ രുക്മിണി പിന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ വിദർഭയെ പ്രവേശിച്ചിട്ടില്ല, വേറെ രാജ്യം സ്ഥാപിക്കുകയുണ്ടായി. ഞാൻ ഒരിക്കൽ സപ്താഹത്തിൽ വെച്ച് പറയുമ്പോൾ 1-2 ആൾക്കാർ സൂചിപ്പിച്ചു, കിഴക്കേ ഇന്ത്യയിൽ ഒരു കൂട്ടരുണ്ട്, അത്രയും തലമുടിയും മീശയൊക്കെ പകുതി പഠിച്ച് ഉള്ള ആൾക്കാർ.
അപ്പോൾ ഇതിൻ്റെ വംശത്തിൻ്റെ ബാക്കിയാണോന്നും അറിയില്ല. ഏതായാലും അത് കഴിഞ്ഞ് രുക്മിണീ ദേവിയെ പുരമയാ രമയാ സഹകാന്തയ, തൻ്റെ കാന്തയായിരിക്കുന്ന ആ കാന്ത എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി എന്നുള്ള ഒരു സൂചന അവിടെ തോന്നും നമുക്ക്. അങ്ങനെ ലക്ഷ്മി ദേവിയോട് കൂടിയിട്ട് ദ്വാരക എന്ന പുരത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ്. അതിസുന്ദരമായ രംഗമാണിത്. ശത്രുക്കളെ ജയിച്ച് തൻ്റെ വാക്കു പാലിച്ച് തന്നെ ആശ്രയിച്ചാളെ രക്ഷിച്ച് തൻ്റെ അവതാരത്തിൻ്റെ അതിസുന്ദരമായ ചില ലീലകൾ ഇവിടെ കാണാം. അങ്ങനെ ദ്വാരയിൽ പ്രവേശിച്ച് ആ വിവാഹമൊക്കെ ഗംഭീരമായിട്ട് വളരെ ശോഭനമായിട്ട് നടത്തി കൊടുത്തു ബലരാമൂർത്തി. എല്ലാവരും വന്നു. അങ്ങനെ ആ വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടന്നു. രുക്മിണീകൃഷ്ണന്മാരുടെ പ്രത്യേക ഒരു കൊട്ടാരമൊക്കെ, ഒന്നാമത്തെ പത്നിയാണല്ലോ, ഒരു കൊട്ടാരമൊക്കെ പണിത് അങ്ങനെ അവരവിടെ സുഖമായിട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ദശകമൊക്കെ വായിക്കുമ്പോൾ ദാമ്പത്യത്തിലെ എല്ലാ മുറിമുറിപ്പുകളും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. കാരണം ഈ വരാൻ പോകുന്ന കഥയിലൊക്കെ ഇതാ വരാൻ പോകുന്നത്. ദാമ്പത്യം, കുടുംബജീവിതം സ്വസ്ഥമായി കഴിച്ചു കൂട്ടിയ ആളാണ് ഭഗവാൻ. അതും 16,108 ഭാര്യമാരെ വെച്ചുകൊണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഭഗവാൻ തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ വിവാഹം കഴിഞ്ഞ് സുഖമായിരിക്കുകയാണ്. ഇനി എന്താ ഉണ്ടാവുന്നത് നോക്കാം. ഹരിശരണം.